ഇപ്പോൾ ഒരു മഴയുള്ളൊരു സമയമൊക്കെ അല്ലേ. അപ്പോൾ മഴയെപ്പറ്റിയും കുളിയെപ്പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത്. മഴക്കാലത്ത് പൊതുവെ ഈ തണുപ്പത്ത് കുളിക്കാൻ നമുക്ക് പലർക്കും മടിയാണ്. ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയാൽ ഓക്കെ എന്ന് നോക്കാം എന്നുള്ളൊരു മനസ്സായിരിക്കുമല്ലോ. മഴയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കൗതുക കാഴ്ചയിലേക്കാണ്, മുംബൈയിലേക്കാണ് നമ്മുടെ റൈഡർ ശ്രീനാഥ് ചന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വർഷം മുഴുവൻ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ചെറുകുളങ്ങളുള്ള സ്ഥലമാണ് ഇവിടം. മഹാരാഷ്ട്രയിലെ താൻസ നദിക്കരയിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. മഴയത്ത് കുളിക്കാൻ മടിച്ചിരിക്കുന്നവരെ കൊതിപ്പിക്കാൻ ഒരിടം. പ്രകൃതി ഒരുക്കിയ അത്ഭുത പ്രതിഭാസം കാണാൻ വേണ്ടി മുംബൈയിൽ നിന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഭീവണ്ടി താലൂക്കിലേക്കാണ്. റോഡ് മാർഗം വരുന്നവർക്കാണെങ്കിൽ നേരിട്ട് താൻസ നദിക്കരയിലേക്ക് എത്താം. ഇനി അതല്ല, ട്രെയിൻ മാർഗം വരുന്നവരാണെങ്കിൽ വസായ് അല്ലെങ്കിൽ വീരാർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ബസ് പിടിച്ച് വരേണ്ടി വരും. തിളച്ചു പൊങ്ങുന്ന കുളങ്ങൾ കാണുന്നതിന് മുമ്പ് മലയാളി കണക്ഷനുള്ള ചില കാഴ്ചകൾ കൂടി താൻസ നദിക്കരയിലുണ്ട്. അതൊന്ന് വളരെ വേഗം കണ്ട് നമുക്ക് നദിക്കരയിലേക്ക് പോകാം. താൻസ നദിക്കരയിൽ നിന്ന് വനത്തിലൂടെ ഇങ്ങനെ നടന്നു വേണം ബ്രഹ്മഗിരി കുന്നുകൾക്ക് മുകളിൽ ഉള്ള മലയാളി കണക്ഷനുള്ള ആ കാഴ്ചയിലേക്ക് പോകാനായി. ഏതായാലും കുറച്ച് ശ്രമകരമായ യാത്രയാണ്. യാത്രക്കൊടുവിൽ കാഴ്ചകളിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. ബ്രഹ്മപുരി മലനിരയ്ക്ക് മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ മുത്തപ്പ ക്ഷേത്രം. ഏതായാലും ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി, ഇവിടുത്തെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മഠാധിപതി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ നിന്ന് ചേരുന്നുണ്ട്. നമസ്കാരം. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഈ മുത്തപ്പ ക്ഷേത്രം? 1992 ഈ മുത്തപ്പ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. അതിനു മുമ്പേ മുത്തപ്പൻ്റെ ആരാധകന്മാരായിട്ട് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ക്ഷേത്രമായിട്ട് മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് വന്നത് ഈ ഗണേശ്പുരി പരിസരത്ത്, നിത്യാനന്ദ സ്വാമികളുടെ സമാധി പരിസരത്ത്, ഈ ബ്രഹ്മപുരി മലയിലാണ്. നമ്മൾ വേഗം തിളച്ചു പൊങ്ങുന്ന ആ കുളങ്ങളുടെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. താൻസ നദിക്കരയിൽ ഗണേശ്പുരി, വജ്രേശ്വരി, അക്ലോലി അങ്ങനെ പലയിടങ്ങളിലായി നിരവധി കുളങ്ങളുണ്ട്. ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുളത്തിനെ വിളിക്കുന്നത് കുണ്ട് എന്നാണ്. ഇങ്ങനെ 7 കുണ്ടുകൾ ഇവിടെയുണ്ട്. ഒന്നിൻ്റെ കരയിലാണ് ഞാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് കുളിക്കുകയാണ്. ആരും ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല. കാരണം നല്ല ചൂടാണ്, ഇങ്ങനെ ആവി പറക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്ന് ഇറങ്ങണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. പക്ഷേ കാല് കുത്താൻ പോലും പേടി തോന്നുന്നു. കാരണം നല്ല ചൂടുണ്ട് വെള്ളത്തിന്. നദിയിലെ വെള്ളം സാധാരണ പോലെ ഇങ്ങനെ തണുത്ത് നിൽക്കുകയും അതിനുള്ളിലെ കുളങ്ങൾ അത് വലിയ തോതിൽ ഇങ്ങനെ തിളച്ചു മറയുകയും ചെയ്യുന്ന ഒരു അത്ഭുത രസകരമായ ഒരു കാഴ്ചയാണ് അക്ലോലിയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ആളുകൾ ഇങ്ങനെ കുളിക്കുന്നു. ഈ പ്രതിഭാസത്തെ യഥാർത്ഥത്തിൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ എന്നതാണ് വിളിക്കുന്നത്.
ഭൗമശാസ്ത്രപരമായി പല കാരണങ്ങളും ഇത്തരത്തിൽ വെള്ളം തിളയ്ക്കുന്നതിന് പിന്നിലുണ്ട്. ഈ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് വോൾക്കാനിക് ആക്ടിവിറ്റി ഭൂമിക്കടിയിൽ നടക്കുന്നത്, അതോടൊപ്പം തന്നെ ഭൂഗർഭജലം വലിയ തോതിൽ ഈ മാഗ്മയുടെ സാന്നിധ്യം കൊണ്ടിങ്ങനെ ഉയരുന്നത്, അങ്ങനെ ശാസ്ത്രജ്ഞർ ഈ ഒരു പ്രതിഭാസത്തിന് പല കാരണങ്ങളും കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇവിടെയുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഇതൊരു ദൈവികമായ ഒരു കാര്യമാണ്. ഈ വെള്ളത്തിൽ കുളിച്ചാൽ, ഈ കാല് വെച്ചാൽ ഒക്കെ തന്നെ അവരുടെ പല രോഗങ്ങളും മാറിക്കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്കുണ്ട്. ठंडा पानी है, गर्म पानी है, नदी का ठंडा पानी है, कुंड है अपना, यहाँ पे 7 कुंड है। ऐसे नदी के बाजू में अपना प्रति सीढ़ी है। उस वजह वैसे ही आगे थोड़ा जाएंगे तो उसके बाद शंकर भगवान का बहुत अच्छा मंदिर है। हाँ, इससे ज़्यादा रहता है। अभी बारिश चालू रहे है ना, इसीलिए टेम्परेचर कम हो रहा है। इधर बहुत अच्छा लग रहा है। अभी हम माउंटेन पे गए थे, हमारे यहाँ तालाब है उधर माउंटेन, उधर हम दोस्त लोग हैं, सब दोस्त लोग गए थे घूमने के लिए। अभी आए हैं, बारिश का मौसम है तो इधर साई मंदिर है हमारा। 12 महीने गर्म रहता है। हाँ, हर साल मतलब कितना भी बारिश गिरो गर्म ही रहेगा बारिश। अभी भी बारिश है। हाँ, तभी भी गर्म रहेगा। इधर पूरा मतलब भगवान का ही कोई देन है इधर। മതപരമായ പല വിശ്വാസങ്ങൾ, പ്രകൃതി ഒരുക്കിയ അത്ഭുത കാഴ്ച കാണാനുള്ള അവസരം, അങ്ങനെ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഏതായാലും ഈ തണുപ്പത്ത് നല്ല മഴയുള്ള സമയത്ത് ഇതുപോലെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ നല്ല രസമാണ്. അക്കലോലിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വിശ്വാസമോ അന്ധവിശ്വാസമോ അതിനപ്പുറം ഭൗമപ്രതിഭാസമോ എന്തായാലും ആ കുളങ്ങൾ ഒരു കൗതുകമാണ്. താൻസ നദിക്കരയിലെ കുളങ്ങൾ മുംബൈയിലേക്കൊക്കെ പോകുന്നവർക്ക്, മഹാരാഷ്ട്രയിലേക്ക് പോകുന്നവർ ഉറപ്പായും ഒന്ന് കണ്ടിരിക്കുക. അവിടെ ഒന്ന് ചാടി കുളിച്ചില്ലെങ്കിലും അത് പൊള്ളുന്ന പരിപാടിയാണ് എന്നാണ് ശ്രീനാഥ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കരയിലൊക്കെ ഇരുന്നൊരു ചെറിയ കുളി പാസ്സാക്കാൻ പറ്റുന്ന ഇടമാണ്.